ഹായ് നിമ്മി ചേച്ചി, ഞങ്ങൾ എല്ലാവരും എത്തി കേട്ടോ. ഇന്ന് ചേച്ചി ഞങ്ങൾക്ക് എന്ത് കഥയാ പറഞ്ഞു തരുന്നത്? ഹലോ കൂട്ടുകാരെ, ഇന്ന് ചേച്ചി ഒരു വിശുദ്ധനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ജനുവരി 11. വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ തെയോഡോഷ്യസ് സെനോബിയാർക്ക്. ഈ വിശുദ്ധനെ കുറിച്ച് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ കൂട്ടുകാരെ? ഇല്ല ചേച്ചി, ചേച്ചി പറഞ്ഞു തന്നു വേണം ഇനി നമ്മൾ അറിയാൻ. പെട്ടെന്ന് പറയൂ, ഞാൻ ആകാംക്ഷയിലാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ചേച്ചി പറഞ്ഞു തരാം കേട്ടോ. വിശുദ്ധ തെയോഡോഷ്യസ് ജനിച്ചത് AD 423 കപ്പദോക്യയിലാണ്. കപ്പദോക്യ ആധുനിക ടർക്കിയുടെ ഭാഗമായിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഒരു സന്യാസിയാകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം തൂണിന്മേൽ ശമയോനെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ മനസ്സിലാക്കി സന്യാസി ജീവിതത്തിന് തന്നെ ഒരുക്കി. തൂണിന്മേൽ ശമയോന്റെ ജീവിതം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പുണ്യവാനായ കാലാഞ്ചീനൂസിന്റെ കീഴിൽ ഒരു ശിഷ്യനായി അദ്ദേഹം സന്യാസ ജീവിതം ആരംഭിച്ചു. കുറെ നാളുകൾക്കു ശേഷം ഒരു ആശ്രമത്തിന്റെ ഭരണാധികാരിയായി അയക്കപ്പെട്ടു. മറ്റുള്ളവരെ ഭരിക്കാൻ യോഗ്യനല്ലെന്ന് സ്വയം ബോധ്യപ്പെട്ട അദ്ദേഹം അവിടുന്ന് ഒളിച്ചോടി ഒരു ഗുഹയിൽ അഭയം തേടി. ജെറുസലേമിന്റെയും ബെത്ലഹേമിന്റെയും ഇടയ്ക്കുള്ള ജ്ഞാനികളുടെ ഗുഹ കേവ് ഓഫ് മാഗി എന്നറിയപ്പെട്ടിരുന്നു. ആ ഗുഹയിൽ 30 കൊല്ലം അദ്ദേഹം ഏകാന്ത തപസ് അനുഷ്ഠിച്ചു. ജീവിതം അദ്ദേഹത്തിന്റെ ഭക്ഷണം കാട്ടു സസ്യങ്ങളും പയറും മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ പുണ്യജീവിതത്തെ പറ്റി കേട്ട് പലരും അവിടെ എത്തി ശിഷ്യരായി തീർന്നു. ശിഷ്യഗുണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭരണം ഏറ്റെടുക്കാൻ നിർബന്ധിതനായി. വീണ്ടും ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ യൂദ മരുഭൂമിയിൽ ചാവുകടലിന്റെ സമീപം അദ്ദേഹം വലിയ ഒരു ആശ്രമം ഉണ്ടാക്കി. ക്രമേണ അതൊരു ചെറിയ പട്ടണത്തിന്റെ രൂപത്തിൽ വളർന്നു വന്നു. അവിടെ കൈത്തൊഴിലുകൾ പരിശീലിപ്പിക്കുന്ന പണിപ്പുരകളും 5 ആശുപത്രികളും പ്രവർത്തിച്ചിരുന്നു. രോഗികളെയും അവശരെയും മാനസിക രോഗികളെയും അവിടെ സന്യാസികൾ ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. അവയ്ക്കെല്ലാം പുറമേ അവിടെ 3 പള്ളികളും നിലനിന്നിരുന്നു. ഗ്രീക്ക് സന്യാസികൾ അവരുടെ ഭാഷയിൽ യാമപ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. വിശുദ്ധ ബേസിലിന്റെ നിയമാവലി അനുസരിച്ച് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ആശ്രമമായിരുന്നു യൂദ മരുഭൂമിയിലെ വിശുദ്ധ തെയോഡോഷ്യസിന്റെ ഈ സ്ഥാപനം. ഇതിനും പുറമെ അനുരഞ്ജനം തേടി വരുന്നവർക്കു വേണ്ടി മറ്റൊരു പള്ളിയും അവിടെ പ്രവർത്തിച്ചിരുന്നു. അവിടെ വരുന്നവർ ക്രമേണ ക്രിസ്തുമതം സ്വീകരിച്ച് ഐക്യപ്പെടുന്നു. കൂടാതെ അവിടെ അതിഥികളായി വരുന്നവർക്ക് താമസവും ഭക്ഷണവും ലഭിച്ചിരുന്നു. ചില പ്രത്യേക ദിവസങ്ങളിൽ അതിഥികൾക്കായി 100 ഭക്ഷണ മേശകൾ തയ്യാറാക്കപ്പെട്ടിരുന്നു. വൈദിക പാലായനയുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് യൂദയ മരുഭൂമിയിൽ ഇവരെയെല്ലാം തീറ്റിപ്പോറ്റിയിരുന്നത്. വിശുദ്ധ തെയോഡോഷ്യസിന്റെ ദൈവപരിപാലനയിലുള്ള ഉറച്ച വിശ്വാസമാണ് ക്ഷാമകാലത്ത് അവരെ സംരക്ഷിച്ചത്. ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം 12 സന്യാസികൾ ഉള്ള ഒരു ഭവനത്തിൽ ഭക്ഷണത്തിന് ഒന്നും ഇല്ലായിരുന്നു. സന്യാസികൾ പുറത്തപ്പോൾ തെയോഡോഷ്യസ് പറഞ്ഞു, ദൈവത്തിൽ ശരണം വയ്ക്കൂ, അവിടുന്ന് തരും. താമസിയാതെ ആരോ ഭക്ഷണം എത്തിച്ചു കൊടുത്തു. സന്യാസികളുടെ തലവനായ തെയോഡോഷ്യസിനെ സെനോബിയാർക്ക് എന്നാണ് അവർ വിളിച്ചിരുന്നത്. അന്നത്തെ ചക്രവർത്തി ഏക സ്വഭാവവാദിയായിരുന്നത് കൊണ്ട് സെനോബിയാർക്ക് അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ചുറ്റി നടന്ന് പ്രസംഗിച്ചു. ആദ്യത്തെ 4 സൂനഹദോസുകളുടെ പഠനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. വാർദ്ധക്യത്തിന്റെ ക്ലേശങ്ങൾ അദ്ദേഹം ക്ഷമയോടെ സഹിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞുകൂടിയിരുന്നു. സന്യാസി ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് അടിസ്ഥാനം ശിഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ശവക്കുഴി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ അദ്ദേഹം മരണത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ബേസിൽ എന്ന പുരോഹിതൻ ശവക്കുഴിയുടെ സമർപ്പണം നടത്തി. മരിച്ചവർക്ക് വേണ്ടി സന്യാസികൾ പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആരോഗ്യവാനായിരുന്ന ബേസിൽ മരിച്ചു.
ആ കുഴിയിൽ തന്നെ അദ്ദേഹം സംസ്കരിക്കപ്പെട്ടു. ഏക സ്വഭാവവാദിയായിരുന്ന ചക്രവർത്തി തെയോഡോഷ്യസിനെ നാടുകടത്തി. മാരകവും വേദനാജനകവുമായ രോഗം ബാധിച്ച് വാർദ്ധക്യത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടു. രോഗശാന്തിക്കായി അദ്ദേഹം ഒരിക്കലും പ്രാർത്ഥിച്ചിരുന്നില്ല. ജീവിതത്തിൽ സുഖമായി കഴിഞ്ഞതിൻ്റെ പരിഹാരമായി അദ്ദേഹം വേദനയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. AD 529 106-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് യാത്രയായി. കുട്ടികളെ, ഈ വിശുദ്ധന്റെ കഥ നിങ്ങൾക്ക് ഏവർക്കും ഒരു മാതൃകയാകട്ടെ. ഞാൻ മനുഷ്യനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന പക്ഷം മിശിഹായുടെ ദാസനായിരിക്കുകയല്ല. ഗലാത്യ 1:10 വാക്യമാണ് നിങ്ങളിവിടെ കേട്ടത്. ഈ വാക്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയാവട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഏവർക്കും നാളെ കാണാം കേട്ടോ. ചേച്ചി നാളെയും നിങ്ങൾക്ക് ഇതുപോലെ കഥ പറഞ്ഞു തരാൻ വരും കേട്ടോ. അപ്പൊ എല്ലാരും വരുമല്ലോ? ഞങ്ങൾ വരും ചേച്ചി, അത് ഉറപ്പാണ് കേട്ടോ. ഞാൻ എല്ലാവരെയും കൊണ്ടുവരും. താങ്ക് യു. വെൽക്കം ചേച്ചി. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. എല്ലാവർക്കും എന്റെ ചേച്ചി പറഞ്ഞ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊന്നും ആരും മറക്കരുതേ കൂട്ടുകാരെ.